ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാം ഒക്കെ ആയി തുടങ്ങിയല്ലേ? അപ്പോൾ എല്ലാവർക്കും പുതിയ സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലൊന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരിക, അതിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ നിങ്ങൾക്കൊരു റീഡിംഗ് കോംപ്രഹെൻഷനാണ് ആക്ടിവിറ്റി 1 ആയിട്ട് വന്നിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്കൊരു പോം തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നുള്ളവും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു പോം ആണ് തന്നിട്ടുള്ളത്. റീഡ് ദ പോം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മളോട് ഈ പോം വായിച്ചിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ പോം ഒന്ന് വായിക്കാം. ഓൺ എ വെരി ഹോട്ട് ഡേ ഓൺ എ ഹോളിഡേ. ഒരു ഹോളിഡേയിലെ ഒരു ചൂടുള്ള ദിവസം. വി ഗോ ടു ദ ബീച്ച് ആൻഡ് വി ഗോ ടു ദ സീ. ഞങ്ങൾ ബീച്ചിലേക്ക് പോയി, അതേപോലെ ഞങ്ങൾ സീയിലേക്കും പോയി. ദ വേവ്സ് പ്ലേ എ ഗെയിം. ഞാനും വേവും കൂടിയിട്ടൊരു ഗെയിം കളിച്ചു. ദേ സേ യെസ്. അത് യെസ് പറയുമ്പോൾ ഐ സേ നോ. ഞാൻ നോ പറയും. ദ വേവ്സ് കം അപ്പ് ടു മീ. വേവ്സ് എൻ്റെ അടുത്തേക്ക് വന്നാൽ ഐ റൺ ഫ്രം ദ സീ. ഞാൻ സീയിൽ നിന്ന് ഓടും. ദേ സേ നോ. അവർ നോ പറഞ്ഞാൽ ഐ സേ യെസ്. ഞാൻ യെസ് പറയും. ഐ റൺ ബാക്ക് ടു ദ വേവ്. വേവിൻ്റെ ബാക്കിലേക്ക് ഞാൻ ഓടും. അതാണ് പോം. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഡേ ദ ചൈൽഡ് വെൻ ടു ദ. ആ ദിവസം ആ കുട്ടി എവിടേക്കാണ് പോയത്? നമുക്കറിയാം അല്ലേ, ആൻസർ ബീച്ച്. ബീച്ചിലേക്കാണ് പോയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡേ വാസ്. ആ ഡേ എങ്ങനെയുള്ള ഡേ ആയിരുന്നു? ഓപ്ഷൻ എ ഹോട്ട്, ബി കൂൾ ആൻഡ് സി വിൻഡി. അപ്പോൾ ഏതാണ്? ഹോട്ടാണല്ലേ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ പ്ലേസ് എ ഗെയിം വിത്ത് ദ ചൈൽഡ്. ആരാണ് ആ കുട്ടിയായിട്ട് ആ ഗെയിം കളിച്ചത്? ആൻസർ ദ വേവ്സ്. വേവ്സ് ആണ് ആ കുട്ടിയായിട്ട് ഗെയിം കളിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡസ് ദ ചൈൽഡ് ലൈക്ക് ടു പ്ലേ വിത്ത് വിൻഡ്, പിക്ക് ഔട്ട് ദ ലൈൻ. വിൻഡിനായിട്ട് ആ കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു ലൈൻ നമ്മളോട് എടുക്കാനാണ് പറയുന്നത് ആ പോമത്തിൽ നിന്ന്. അപ്പോൾ ഏത് ലൈനാണ്? ഐ റൺ ബാക്ക് ടു ദ വേവ് എന്ന് പറയുന്ന ലൈനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് സീഷോർ. സീഷോർ എന്ന മീനിങ് വരുന്ന ഒരു വേർഡ് നമ്മളോട് പോമത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സീഷോർ എന്ന് പറഞ്ഞാൽ കടൽ തീരം എന്നാണ് അർത്ഥം. അതിനോട് മീനിങ് വരുന്ന വേർഡാണ് ബീച്ച്. ആക്ടിവിറ്റി 2 കോൺവെർസേഷൻ. ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് നമ്മളോടൊരു കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിട്ടുള്ളതാണ്. ചെസ്റ്റർ റെക്കോൺ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ നമുക്ക് ചെസ്റ്റർ റെക്കോണെ അറിയാമല്ലേ, നമ്മുടെ 1ാമത്തെ പാഠത്തിലുള്ളതാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ല. ഹിസ് മദർ കമ്പൽസ് ഹിം. അപ്പോൾ അവൻ്റെ അമ്മ അവനെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കമ്പൽ ചെയ്യുകയാണല്ലേ. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റെക്കോൺ ആൻഡ് ഹിസ് മദർ. അപ്പം നമ്മളോട് ചെസ്റ്റർ റെക്കോണും അദ്ദേഹത്തിൻ്റെ മദറും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. മദർ, വൈ ആർ യു സേയിങ് ദാറ്റ്. നീ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്? ചെസ്റ്റർ, ഐ വാണ്ട് ടു സേ വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. മദർ, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം യുവർ സ്കൂൾ. നിനക്ക് നിൻ്റെ സ്കൂളിൽ നിന്ന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടില്ലേ? ചെസ്റ്റർ, നോ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. വേണ്ട, എനിക്ക് എൻ്റെ ടോയ്സുമായി കളിച്ചാൽ മതി. പ്ലീസ് മേ ഐ സ്റ്റാൻഡ് വിത്ത് യു. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ. അപ്പം മദർ പറയും, നോ യു കാൺ. വേണ്ട, നീ നിൽക്കണ്ട. ഇഫ് യു ആർ സ്റ്റേയിങ് ഹിയർ. നീ ഇവിടെ നിന്നാൽ ഹൗ ക്യാൻ യു സ്റ്റഡി. നീ എങ്ങനെയാണ് പഠിക്കുക? ചെസ്റ്റർ, ഐ വിൽ സ്റ്റഡി ഫ്രം മൈ ബുക്സ് നോ മാറ്റർ വാട്ട്. ഞാൻ എൻ്റെ ബുക്കിൽ നിന്ന് പഠിച്ചോളാം, അത് എന്ത് തന്നെയായാലും. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിലേക്ക് പോവണ്ട എന്ന് വാശി പിടിച്ച് ചെസ്റ്റർ പറയുകയാണ്. അപ്പോൾ മദർ പറയാണ്, സംടൈംസ് യു വാണ്ട് ടു തിങ്സ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു. നിനക്ക് വേണ്ടാത്ത കാര്യങ്ങളും നിനക്ക് ചിലപ്പോൾ വേണ്ടി വരും. ബട്ട് ഐ എം ഷുവർ യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. നീ തുടങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ സ്കൂളിനെ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയാണ് മദർ. അപ്പോൾ ചെസ്റ്റർ പറയാണ്, ഐ ആം അഫ്രൈഡ് ടു ലീവ് ഹോം വിത്ത് യു മദർ. എൻ്റെ അമ്മ നിങ്ങളെ വിട്ടിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പോവാൻ എനിക്ക് പേടിയാണ് എന്ന് പറയുകയാണ് ചെസ്റ്റർ. അപ്പോൾ അമ്മ പറയാണ്, വെൽ ലെറ്റ് മീ ടെൽ യു എ സീക്രട്ട് ദാറ്റ് ക്യാൻ മേക്ക് യു ഓവർകം യുവർ ഫിയർ. അപ്പോൾ ഞാൻ നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരട്ടെ, നിൻ്റെ ഈ പേടി മാറാനായിട്ട് നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരട്ടെ എന്നാണ് അമ്മ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ആ സീക്രട്ട് എന്നുള്ളതെല്ലാം നമുക്കറിയാം അല്ലേ. അപ്പോൾ കൂട്ടുകാർ എല്ലാവരും ഇതുപോലെയാണ് കോൺവെർസേഷൻ എഴുതേണ്ടത്. എല്ലാവരും ഇത് നന്നായി ശ്രദ്ധിക്കുക.
അടുത്ത ആക്ടിവിറ്റി 3 പാരഗ്രാഫ് ഉണ്ടാക്കാനാണ് അടുത്ത ആക്ടിവിറ്റി. വി ഹാവ് ലേൺഡ് അബൌട്ട് ആര്യാസ് ഡ്രീം. നമ്മൾ ആര്യയുടെ സ്വപ്നത്തെക്കുറിച്ച് പഠിച്ചു. ഡു യു ഹാവ് ഡ്രീംസ്? നിങ്ങൾക്കും ഡ്രീംസ് ഉണ്ടോ? വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താവാനാണ് ആഗ്രഹം? റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് യുവർ ഡ്രീം. നമ്മളുടെ ഡ്രീമിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, ഐ ഹാവ് ഡ്രീംസ് ഇൻ മൈ ലൈഫ്. അതെ, എനിക്കും എൻ്റെ ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ട്. മൈ ഡ്രീം ഈസ് ടു ബിക്കം എ മാജിക്കൽ ടീച്ചർ. എനിക്ക് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എനിക്കൊരു മാജിക്കൽ ടീച്ചറായി മാറണമെന്നാണ്. ഐ വാണ്ട് ടു ഹെൽപ്പ് അതേഴ്സ് ലേൺ ആൻഡ് ഗ്രോ ആൻഡ് മേക്ക് സ്കൂൾ എ ഫൺ ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസ്. എനിക്ക് മറ്റുള്ളവരെ വളരാനും അതേപോലെ നന്നായി പഠിക്കാനും ഹെൽപ്പ് ചെയ്യാനും അതേപോലെ സ്കൂള് ഫൺ ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസ് ആക്കി മാറ്റാനുമാണ് ആഗ്രഹം. ഐ ഡ്രീം ടു ഹെവി എ ക്ലാസ് റൂം ദാറ്റ്സ് ലൈക്ക് എ വണ്ടർഫുൾ വേൾഡ് സ്റ്റുഡൻസ് ക്യാൻ എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ്. കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ഒരു വണ്ടർഫുൾ ലാൻഡാക്കി മാറ്റണം ക്ലാസ് റൂമിനെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഏജ് മാജിക്കൽ ടീച്ചർ ഐ മേക്ക് ലെസൺസ് കം അലൈവ് വിത്ത് ദ സ്റ്റോറീസ് ഗെയിംസ് ആൻഡ് അഡ്വെഞ്ചേഴ്സ്. അതേപോലെ ഞാൻ ലെസൺസിനെ ഒരു ലൈവായിട്ടുള്ളതും അതേപോലെ സ്റ്റോറി ഗെയിംസിലൂടെയും അഡ്വെഞ്ചറായിട്ടും ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മളോട് ഡ്രീംസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ടത്. പലർക്കും പല ഡ്രീംസ് ആവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത ആക്ടിവിറ്റി 4 റിഡിൽ. റീഡ് ദ റിഡിൽ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് 2 റിഡിൽസ് മോർ. നമ്മളോട് ഈ റിഡിൽ വായിച്ച് നോക്കിയിട്ട് ഒരു 2 റിഡിൽസ് കൂടുതൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ റിഡിൽ ഒന്ന് വായിച്ച് നോക്കാം. എന്താണ് റിഡിൽ എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഐ ഹാവ് 2 ആംസ് ആൻഡ് എ ഫേസ്. എനിക്ക് 2 ആംസും അതേപോലെ ഒരു ഫേസും ഉണ്ട്. ബട്ട് നോ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. അവിടെ ഹാൻഡ്സ് എന്നാണ് കേട്ടോ, ആംസ് എന്നല്ല. അതിൽ ചിലപ്പോൾ പ്രിൻറ്റിങ് മിസ്റ്റേക്കിൽ വന്നതായിരിക്കാം. അപ്പോൾ ബട്ട് നോ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. പക്ഷേ എനിക്ക് ഹാൻഡ്സോ ലെഗ്സോ ഇല്ല. വാട്ട് ആം ഐ? എന്താണ് ഞാൻ? അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും. ആൻസർ അവിടെ ഉണ്ട്, ക്ലോക്ക്. അപ്പോൾ ക്ലോക്ക് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അതുപോലെ 2 റിഡിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഫസ്റ്റത്തെ റിഡിൽ ഐ ആം ഫുൾ ഓഫ് ഹോൾസ്. ഞാൻ ഫുള്ള് ഹോൾസ് ആണ്. ഐ ക്യാൻ ഹോൾഡ് വാട്ടർ. എനിക്ക് വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഹൂ ആം ഐ? ഞാൻ ആരാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആൻസർ ആണ് സ്പോഞ്ച്. രണ്ടാമത്തെ റിഡിൽ ഐ ഹാവ് മെനി കീസ്. എൻ്റെ കയ്യിൽ കുറേ കീസ് ഉണ്ട്. ബട്ട് ഐ ക്യാൻറ്റ് ഓപ്പൺ എനി ഡോർസ്. പക്ഷേ എനിക്കൊരു ഡോറും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഹൂ ആം ഐ? ഞാൻ ആരാണെന്ന് പറയാമോ? അപ്പോൾ ആൻസർ ആണ് പിയാനോ. അപ്പോൾ ഇതുപോലെയാണ് റിഡിൽസ് ഉണ്ടാക്കുക. അടുത്ത ആക്ടിവിറ്റി 5 ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്രൈബ് അബൌട്ട് യുവർ ക്ലാസ് റൂമിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇൻ ദ ക്ലാസ് റൂം ദർ ആർ റോസ് ഓഫ് ഡെസ്ക് നീറ്റ്ലി അറേഞ്ച് ചെയ്തിട്ട് റോ ആക്കിയിട്ടിട്ടുള്ള കുറേ ബെഞ്ചസ് ക്ലാസ് റൂമിലുണ്ട്. ദ വാൾസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് കളർഫുൾ പോസ്റ്റേഴ്സ്. അതേപോലെ ചുമരുകൾ കളർഫുൾ പോസ്റ്റേഴ്സ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് എ ബിഗ് ബ്ലാക്ക് ബോർഡ് ഓൺ ദ വാൾ വേർ ദ ടീച്ചർ റൈറ്റ്സ് ദ ലെസൺസ്. ടീച്ചേഴ്സ് ലെസൺസ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വലിയ ബ്ലാക്ക് ബോർഡ് ആ ചുമരുമുണ്ട്. ഓൺ ദ ടീച്ചേഴ്സ് ഡെസ്ക് ദർ ആർ സം ബുക്സ് ആൻഡ് പേപ്പേഴ്സ്. അതുപോലെ ടീച്ചർമാരുടെ ഡെസ്ക് മേലെ കുറച്ച് ബുക്സും പേപ്പേഴ്സും എല്ലാം ഉണ്ട്. ദ ക്ലാസ് റൂം ഈസ് എ പ്ലേസ് വേർ സ്റ്റുഡൻസ് ലേൺ ആൻഡ് ഫൺ ടുഗെദർ. ഒരുമിച്ച് കളിക്കാനും അതേപോലെ ഒരുമിച്ച് സ്റ്റുഡൻസിന് പഠിക്കാനുമുള്ള ഒരു സ്ഥലമാണ് ക്ലാസ് റൂം. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ ആക്ടിവിറ്റീസും നന്നായി ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ നമ്മൾ ഇനി ബേസിക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.